ഇത് ഓപ്പൺ അല്ലാത്ത ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യണം, എന്നാലാണ് നമുക്ക് 2 പാൻറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി അവിടെ അങ്ങനെ ഓപ്പൺ അല്ലല്ലോ, അപ്പോൾ നമുക്കത് ഓപ്പൺ ആക്കി എടുക്കണം, അപ്പോഴാണ് നമുക്ക് 2 പാൻറ്റായിട്ട് കിട്ടുള്ളൂ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഇതിൽ ഉൾപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴത്തേന് തന്നെ ഒരുപാട് ലെങ്തി ആവുന്നുണ്ട് ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോസിൽ ഇതിൻ്റെ കട്ടിങ്ങും നാളത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങും കാണിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും വളരെ എളുപ്പത്തിൽ അടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാൻറ്റാണ് പലാസോ പാൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ്, അതായത് അമേരിക്കൻ ക്രൈപ്പിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ പലാസോ പാൻറ്റ് തയ്ക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാമെന്ന് ഈ ഒരു വീഡിയോസിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ തുണി നമ്മൾ 4 ആക്കിയിട്ട് മടക്കി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലും ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവില്ല. 2 ആക്കി മടക്കിയിടുക, 4 ആക്കി മടക്കിയിടുക എന്ന് പറയുമ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും എന്ന് പറയാൻ കാരണം എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അന്നത്തെ സമയത്തൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ തുണി 2 ആക്കിയിട്ട് മടക്കിയിടുക, എന്നിട്ട് നമ്മളതിനെ 4 ആക്കുക. അങ്ങനെയാണ് നമ്മൾ വീതി കുറഞ്ഞ തുണിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. വീതി കൂടിയിട്ടും നീളം കുറഞ്ഞിട്ടുള്ള തുണികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ആദ്യം 2 മടക്കുക, അതിന് ശേഷം വീണ്ടും 4 ആക്കിയിട്ട് മടക്കുക. അപ്പം നമുക്ക് 4 പീസാണ് നമുക്കിങ്ങനെ എണ്ണി നോക്കുമ്പോൾ 4 ഇതായിട്ട് കിട്ടും. കണ്ട, അതുപോലെ മടക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു പുള്ളിയുടെ പോലത്തെ ഒരു തുണിയായ കൊണ്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒന്നും കറക്റ്റ് മനസ്സിലാവണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വോയിസ് കൊടുത്തിട്ട് തന്നെ വോയിസിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ 4 ആക്കിയിട്ട് നമ്മൾ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് പലാസോ പാൻ്റാണെങ്കിലും ചുരിദാറിൻ്റെ ടോപ്പാണെങ്കിലും ഒക്കെ നമ്മൾ 4 ആക്കിയിട്ടാണല്ലോ മടക്കിയിടുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇതും നമ്മൾ 4 ആക്കിയിട്ട് മടക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 ആക്കിയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അളവ്, നമ്മൾ ആർക്കാണോ തയ്ച്ചു കൊടുക്കുന്നത് അവരുടെ അളവാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ അളന്നെടുത്തിട്ട് നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ആ അളവ് നോക്കിയിട്ട് നമുക്കിതിൽ വേഗം അടയാളപ്പെടുത്താം. ഇതിൽ എനിക്ക് ഇതിൻ്റെ പേപ്പർ കിട്ടിയിട്ടില്ല, പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് വെച്ചിട്ടുള്ള വീഡിയോസ് നെക്സ്റ്റ് വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുക ഷോർട്ടായിട്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വരും വീഡിയോസിലായിട്ടൊക്കെ ചെയ്യുന്നതാണ്. നമ്മളെ കട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ പറയാത്തത്. അപ്പോൾ നമ്മളിങ്ങനെ 4 ആക്കിയിട്ട് തുണി മടക്കിയിട്ടതിന് ശേഷം നമ്മളുടെ അളവ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിൽ എഴുതി വെക്കുക. അപ്പോൾ അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് അത് നോക്കിയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പുതിയ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുൾ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 38 അതായത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 40 ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഹൈറ്റ് കൂടിയവരും ഉണ്ടാവും, ഹൈറ്റ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ ഫുൾ ലെങ്ത്ത് എത്രയാണോ വരുന്നത് അതിൽ നിന്നും 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 38 എനിക്ക് വരുന്നത്, അതിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 40 ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. കണ്ട, ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ താഴെ നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നിങ്ങണ്ട് താഴേക്ക് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ 2 ഇഞ്ച് അവിടെ നിങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറയണത്. അപ്പോൾ ഫുൾ ലെങ്ത്ത് 40 അടയാളപ്പെടുത്തി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത്, ഇനി നമ്മൾ സ്കെയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരെ വരച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.
അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലവരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് തയ്ച്ചിട്ട് കാണിച്ചിട്ട് ഫോട്ടോ വിട്ടുതരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും വിരോധമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ അവർ ഇതൊക്കെ ഇടുന്നുണ്ട്, അതുപോലെ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് തയ്ച്ച ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി, ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി, 2 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഹിപ്പ് സൈസ് ആണ് നമുക്ക് ഇനി അടയാളപ്പെടുത്തേണ്ടത്. ഹിപ്പ് സൈസ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് അല്ല കേട്ടോ, നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ വരില്ലേ, അപ്പോൾ അതിനാണ് നമ്മൾ ഹിപ്പ് സൈസ് എന്ന് പറയണത്. അപ്പോൾ ഹിപ്പ് സൈസ് വരുന്നത് 40 വരുന്നത്. അപ്പോൾ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. 10ൽ നിന്ന് ഒരു 2 ഇഞ്ച് കൂട്ടുമ്പോൾ 12. അപ്പോൾ ഹിപ്പ് സൈസ് എനിക്ക് വരുന്നത് 12. അപ്പോൾ അത് നമ്മൾ നിൽക്കുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് 12ൽ അടയാളപ്പെടുത്തുക. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ മൊത്തം ഹിപ്പ് സൈസ് എത്രയെന്നുള്ളത് നോക്കുക. അതായത് പാൻറ്റിൻ്റെ മുകളിൽ തന്നെ നമ്മൾക്ക് വരുന്ന ഹിപ്പ് സൈസ് എത്രയാണോ നോക്കുക. അപ്പോൾ എനിക്ക് വന്നത് 40. 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എനിക്ക് കിട്ടിയിട്ടുള്ളത്. 10ൽ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 12. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിൽക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് 12ൽ അടയാളപ്പെടുത്തുക. ഇനി ഇതെങ്ങനെ വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 12ൽ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് വേണ്ടത് ക്രോച്ച് ലെങ്ത്ത്. ക്രോച്ച് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ പാൻറ്റിൻ്റെ എന്താ പറയുക, കാലിൻ്റെ ആ ഒരു സൈസ് ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അടിഭാഗത്തൊക്കെ ആയിട്ട് വരുമല്ലോ ക്രോച്ച് ലെങ്ത്ത്. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് വേണ്ടത് എനിക്ക് 10 വന്നിട്ടുണ്ടായിരുന്നത്. 10ൽ കൂടെ 3 കൂടെ കൂട്ടിയിട്ട് 13. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് എങ്ങനെ കിട്ടുക എന്നുള്ളത് സംശയം ഉണ്ടാവും. അപ്പോൾ അതായത് ഹിപ്പ് സൈസ് നമുക്ക് കിട്ടുന്നത് 40. 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. ആ 10 നമുക്ക് ക്രോച്ച് ലെങ്ത്ത് വരുന്നത്. ക്രോച്ച് ലെങ്ത്തിൽ നിന്ന് 10ൽ നിന്ന് 3 കൂടെ കൂട്ടുമ്പോൾ 13. ആ 13 നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അടയാളപ്പെടുത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഒരു പെട്ടി പോലെ വരച്ച് കൊടുക്കുക. കണ്ടില്ല? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ക്രോച്ച് ലെങ്ത്ത് വരച്ചതിൻ്റെ അവിടുന്ന് ഇപ്പുറത്തേക്ക് 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈക്കുഴിക്കൊക്കെ ഒരു വളഞ്ഞ പോലെ വരക്കൂലേ, അവിടെ അങ്ങനെ ഒരു കർവ് പോലെ നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് വരുന്നത്. കൈക്കുഴിക്കൊക്കെ വരച്ചു കൊടുക്കുന്ന രീതിയിൽ അവിടെ അങ്ങനെ ഒരു കർവ് പോലെ നമ്മൾ വരച്ച് കൊടുക്കുക. അപ്പം അത് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് അടിഭാഗത്ത് നമുക്ക് വരുന്നത് അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 13. അവിടെ നിങ്ങളുള്ള നമ്മൾ നിൽക്കുന്നതിൻ്റെ അവിടെ നിങ്ങളുള്ള വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 13. കാരണം പലാസോ പാൻ്റ് ആയ കാരണം ഒരുപാട് ലൂസ് വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 13. അപ്പോൾ ആ 13ലേക്ക് ഇവിടെ നിങ്ങണ്ട് 2 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ നേരെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ഇവിടെ ഫുള്ളായിട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ടും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. തുണി 4 മടക്കി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഫുൾ ലെങ്ത്ത് നമ്മുടെ എത്രയാണോ വരുന്നത് അതിൽ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഹിപ്പ് സൈസ്
ഹിപ്പ് സൈസ് 40 വരുന്നത് വെച്ചെങ്കിൽ, അതായത് ഞാൻ ഞാൻ പറഞ്ഞത് 40 വരികയാണെങ്കിൽ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക. 10ൽ നിന്ന് 2 ഇഞ്ച് കൂട്ടിയിട്ട് 12ലാണ് നമ്മൾ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് 12ലേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് എനിക്ക് വരുന്നത് 10. ആ 10ൽ നിന്ന് 3 കൂട്ടിയിട്ട് 13 നമുക്ക് ക്രോച്ച് ലെങ്ത്ത് കിട്ടുന്നത്. അപ്പം അതും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ക്രോച്ച് ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടുന്ന് ഒരു കർവ് പോലെ വരക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പലാസോ പാൻറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ കാലിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് 13 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ 13ൽ നിന്ന് ഇവിടെ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടേക്ക് നേരെ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇനി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനിയും ആർക്കെങ്കിലും പലാസോ പാൻറ്റ് കട്ടിങ് മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരുപാട് വട്ടം തന്നെ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇപ്പോൾ നമ്മളോട് ഓരോരുത്തരും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ, നമുക്ക് ഓരോ വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തതാണ് ഈ പലാസോ പാൻറ്റിൻ്റെ കട്ടിങ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസ് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഇതിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഒരുപാട് ലെങ്തി ആകുമ്പോൾ പിന്നെ ബിഗിനേഴ്സായ ആളുകൾക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കൂടെ ആകുമ്പോൾ മനസ്സിലാക്കി എടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നത്തെ വീഡിയോസിൽ നമുക്ക് കട്ടിങ്ങും കൊടുക്കാം, നാളത്തെ വീഡിയോസിൽ നമുക്ക് സ്റ്റിച്ചിങ്ങും ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അങ്ങനെ അടഞ്ഞ പോലെയാണല്ലോ, അപ്പോൾ അത് നമുക്കത് കട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് 2 പാൻറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട്, അതായത് ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള പാറ്റേൺസിനെ കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് ഒരുപാട്. അപ്പോൾ ആ ഡൗട്ടുകളും ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോസും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക.